വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടോമിയും കൊണ്ട് ഔട്ടിങ്ങിന് പോയി. അപ്പോൾ രുക്കുനെ വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ സുന്ദരി ആ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. അവൾ പട്ടാഴിയിൽ ഐശ്വര്യ റായ് ആണെന്നാണ് അവളുടെ വിചാരം. കാറിൽ കയറ്റി സന്തോഷത്തിൽ എവിടെയോ ട്രിപ്പ് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് വലിയ ഗമയിലൊക്കെ ഇരിക്കുന്നുണ്ട് പാവം. പക്ഷെ ഞങ്ങൾ ഇവളെ കൊണ്ടുവന്നത് ഗ്രൂമിങ്ങിനാണ്. അതാണ് ഇന്ന് അവൾക്കുള്ള സർപ്രൈസ് റിവീൽ ആയി കഴിയുമ്പോൾ ജീവിതത്തിൽ അവൾ ഇനി എൻ്റെ കൂടെ കാറിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ രുക്കു ബേബിയുടെ എന്തെങ്കിലും കഥ പറയാം. 2023 ഡിസംബർ മാസമാണ് രുക്കു ബേബി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്ന് എൻ്റെ ടോമി മോന് ഏകദേശം 7 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ രുക്കു ബേബിക്ക് 3 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ അവളെ ഞാൻ തന്നെയാണ് ഗ്രൂം ചെയ്തത്. അപ്പൊ ഞാൻ കരുതി ഒന്ന് പുറത്തു കൊണ്ട് ഗ്രൂം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഗ്രൂമിംഗ് സെന്ററിൽ എത്തി. അടൂരുള്ള ക്രൗൺ ആൻഡ് കോളർ എന്ന് പറയുന്ന ഗ്രൂമിംഗ് സെന്ററിലാണ് ഞങ്ങൾ. രുക്കു ബേബിയെ വീട്ടിൽ കൊണ്ടുവന്നൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്ലൈ ചെയ്തൊരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അങ്ങ് ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ അവൾക്കൊരു 2 മാസം പ്രായം ഉണ്ടായിരുന്ന ടൈമിൽ ഇവൾ ഏതോ ഒരു മതിലിന്റെ മണ്ടയിൽ നിർത്തി ചാടിയിട്ട് ഇവളുടെ കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു 2 months ഇവളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. 2 months പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ 1 മാസം പ്ലാസ്റ്റർ ഇട്ടിട്ട് അതിൽ കടിച്ചു കയറിയിട്ട് വീണ്ടും പോയി ഞങ്ങൾ പ്ലാസ്റ്റർ ഇട്ടു. അന്ന് മുതൽ അവൾ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഇങ്ങനെ ഗ്രൂമിംഗ് സെന്റർ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വയലന്റ് ആവും. അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ടിരുന്നു. അവൾക്ക് വേദനിക്കുമെന്നുള്ള ടെൻഷനിലാണ് അമ്മ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും ഈ അമ്മ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയുടെ പൊന്നുമോളാണല്ലോ. അതിൻ്റെ ഒരു ഈഗോ ക്ലഷ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അവളാണ് അമ്മയുടെ പൊന്നുമോൾ എന്നാണ് അവളുടെ ഒരു ധാരണ. അത് നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് 3-4 വർഷം ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് കൂട്ട് വീട്ടിൽ രുക്കും ടോമി മാത്രമായിരുന്നു. ഞാൻ വീട്ടിൽ സിംഗിൾ ചൈൽഡാണ്. സിംഗിൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ കസിൻസ് ആരും ഇല്ലാത്തൊരു പ്രത്യേകതരം സിംഗിൾ ചൈൽഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ രുക്കു ബേബിയും ടോമിമോനും ഒക്കെ തന്നെയാണ്. ഞാനിവരെ രുക്കു ബേബി ടോമിമോൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വല്ലാതെ ബുള്ളി ചെയ്യാറുണ്ട്. പട്ടികളെയൊക്കെ ആരെങ്കിലും ബേബി മോന് എന്നൊക്കെ വിളിക്കൂ? അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിളിക്കും ഗൈസ്. എൻ്റെ വെഡിങ് കാർഡിൽ പോലും ഷെയറിംഗ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് രുക്കുവിൻ്റെയും ടോമിയുടെയും പേരാണ് ഞാൻ കൊടുത്തത്. അവരവളെ ഗ്രൂം ചെയ്ത സമയം അത്രയും അവൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇട്ടിട്ട് പോകുമെന്നുള്ള പേടിയായിരിക്കും. കുറച്ച് നാൾ മുന്നേ അവൾക്കൊരു സ്കിൻ അലർജി വന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു. ഇപ്പോൾ ആ അലർജി വീണ്ടും വന്നു. അതുകൊണ്ടാണ് മെയിനായിട്ടും ഇപ്പം ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ തീരുമാനിച്ചത്. ഗ്രൂം ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ് 0 അടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഡോക്ടർ പറഞ്ഞത് 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഗ്രൂം ചെയ്യണം. ഇത്ര ഹെയർ ഉള്ള ഡോഗ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഇവളെ ആദ്യമായിട്ട് മുട്ടയടിച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഇവളുടെ സ്കിന്നൊക്കെ കാണുന്നത്. ഈ സ്കിന്നിൽ കാണുന്ന കറുത്ത ഡോട്ട് അവളുടെ ബോഡിയിലുള്ള കറുത്ത ഹെയറിൻ്റെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പട്ടിക്കുട്ടി ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കറുത്ത ഹെയർ ഉണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നത്. വൈറ്റ് ഹെയർ ആണ് എപ്പോഴും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാറ്. ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ വന്ന ഏരിയയിൽ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അവർ രുക്കു ബേബിയുടെ നെയിലെല്ലാം കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇയർ ക്ലീൻ ചെയ്തു. ചെവിക്കുള്ളിലെ ചെറിയ ഹെയർ എല്ലാം അവർ റിമൂവ് ചെയ്ത് തന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അവൾ ഭയങ്കര കാമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും വേദനിപ്പിക്കാതെയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഗ്രൂം ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു പാവം. രുക്കു ബേബിയുടെ ഗ്രൂമിങ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് എന്നെ കുളിപ്പിക്കണ്ട എന്നുള്ള ഭാവത്തിൽ കിടന്ന് ബഹളം വെച്ചു. അങ്ങനെ അവൾ ബഹളം വെച്ചോണ്ടിരുന്നപ്പോഴാണ് ദേ 11 ഇവളെ പോലെ തന്നെ അവിടെ ബഹളം വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്? ഈ പപ്പീസിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ ചെവിക്കുള്ളിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ചെവിയിലേക്ക് വെള്ളം കയറാതെയൊക്കെ നല്ല കെയർ ചെയ്താണ് കുളിപ്പിക്കുന്നത്. ഇവരുടെ സർവീസ് എടുത്തു പറയേണ്ടതാണ്. നന്നായിട്ട് ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഈ ക്യൂട്ട് കുഞ്ഞിനെ വീണ്ടും കണ്ടു. കുളിക്കാൻ വന്നതാ. ഇത്രയധികം ഡോഗ്സിനെ ഒരുമിച്ച് ഗ്രൂം ചെയ്തിട്ടും ഇവിടുത്തെ ക്ലീൻനെസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭയങ്കര ഹൈജീനിക്കാണ്. അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ ഗ്രൂമിങ് കഴിഞ്ഞ് രുക്കു ബേബിയെ ഭൂമിയിലിറക്കി ഗൈസ്. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കഴുത്തിൽ ഒരു റിബണൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂമിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഓടി കാറി കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറച്ച് ട്രീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അക്കുവും അമ്മയും ഞാനും കൂടി രുക്കുവുമായി വീട്ടിലേക്ക് തിരിച്ചു ഗൈസ്. പക്ഷേ ഇവളെ കാണാൻ ഇപ്പം നല്ല കോമഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ മമ്മിയുടെ അടുത്തേക്ക് വന്നു. മമ്മിയുടെ റിയാക്ഷൻ നോക്കാം. അമ്മ അറിഞ്ഞോ? വാലക്ക ആട്ടുന്നുണ്ട്. വാലക്ക മുറിച്ചു കളഞ്ഞു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടോമിമോന്റെ എക്സ്പ്രഷൻ എടുക്കാൻ പോയി. അവൻ വലിയ ആവേശത്തിൽ ഓടി വന്നേ. ഇവളെ കണ്ട് പാവം പേടിച്ചു പോയി ഗൈസ്. പാവം ടോമി അവനത് കൺഫ്യൂഷൻ ആയിപ്പോയ ലക്ഷണമുണ്ട്. എങ്ങോട്ടൊക്കെ ഓടിപ്പോന്നുണ്ടായിരുന്നു. എന്തോ ഒരു വ്യത്യാസം രുക്കുവിനുണ്ടെന്ന് ടോമിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്നറിയാനാണ് അവനിങ്ങനെ നടക്കുന്നത്. ടോമി കരുതിക്കാണോ അവനെ കൂട്ടാതെ ഞങ്ങളെവിടെയോ ട്രിപ്പ് പോയതാണെന്ന്. ഇപ്പം അവന് സമാധാനമായി തോന്നുന്നു. അങ്ങനെ 2 പേർക്കും ട്രീറ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.